നോർവേയെ തീർക്കാൻ ട്രംപ് ഒരുങ്ങുന്നു. എന്തുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. തനിക്ക് വേണമെന്ന് വാശി പിടിച്ചിട്ടും ഗാസയിലതടക്കം 8 യുദ്ധങ്ങൾ അവസാനിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടും പോരാത്തതിന് പലരുടെയും ശുപാർശയുണ്ടിട്ട് കൂടിയും US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിന്റെ നോബൽ സമ്മാനം ലഭിക്കാതെ പോയി. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ അത് ലഭിക്കാതെ പോയത് എന്നുള്ളതാണ്. ഇതിന് ട്രംപിന് ഇത്തവണ നോബൽ സമ്മാനം ലഭിക്കില്ല എന്ന് വിദഗ്ധർ ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആദ്യം തന്നെ പറയട്ടെ, അതിന്റെ സമയം കഴിഞ്ഞുപോയി. ഫെബ്രുവരിയിലായിരുന്നു അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ടായിരുന്നത്, അത് കഴിഞ്ഞുപോയി. 2025 സമാധാന നോബലിനായുള്ള നോമിനേഷനുകൾക്കുള്ള സമയപരിധി എന്ന് പറയപ്പെടുന്നത് ജനുവരി 31 ട്രംപ് അധികാരത്തിലേറിയത് ജനുവരി 20 സംഘർഷങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ട്രംപിന്റെ പല ശ്രമങ്ങളും ഉണ്ടായത് തന്നെ ഈ ജനുവരി 20 ശേഷം മാത്രമാണ്. മറ്റൊന്ന്, ട്രംപ് അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന അന്താരാഷ്ട്ര സംഘർഷങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് രണ്ടാമത്തെ കാര്യം. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ട്രംപിന്റെ വാദത്തെ ഇന്ത്യ തന്നെ തള്ളിക്കളഞ്ഞത് ഒരു ഉദാഹരണമായി നമ്മൾ കാണേണ്ടതുമാണ്. ഇനി ട്രംപിന്റെ മറ്റൊരു കാര്യം എന്ന് പറയപ്പെടുന്നത് ഈ ട്രംപിന്റെ വിദേശ നയം. ആ വിദേശ നയ ചരിത്രം എന്ന് പറയപ്പെടുന്ന നോബലിന്റെ മൂല്യങ്ങൾക്ക് എതിരെന്നാണ് വിമർശകർ അടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് പാരീസ് ഉടമ്പടി അടക്കം അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നുള്ള പിന്മാറ്റവും UN അടക്കമുള്ള സംഘടനകളെ വിമർശിക്കുന്നതും രാജ്യങ്ങൾക്ക് മേൽ പ്രയോഗിക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങളും നോബൽ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ തീരുവ അടക്കം കൂട്ടി മുന്നോട്ട് പോകുന്ന ഈ ഡൊണാൾഡ് ട്രംപിനൊക്കെ നോബൽ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടന് ലോട്ടറി അടിക്കുന്നത് പോലെയാണ്. അപ്പോൾ എന്തായാലും ഈ കമ്മിറ്റി പൊട്ടന് ലോട്ടറി കൊടുക്കാൻ തയ്യാറല്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാരണം എന്ന് പറയപ്പെടുന്നത്, തനിക്ക് നോബൽ വേണമെന്ന് ട്രംപ് നിരവധി തവണ പരസ്യമായി പറഞ്ഞു. മാത്രമല്ല, ഇത്തരത്തിൽ സ്വയം അവകാശം ഉന്നയിക്കുന്നവരെ ചരിത്രത്തിൽ നോബൽ സമ്മാനത്തിൽ പരിഗണിക്കുന്നത് പോലുമില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടന്മാർക്ക് നോബൽ സമ്മാനം കൊടുക്കുക എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും പരിഹാസമാവുന്ന കാര്യമേ ആകുള്ളൂ. അതുകൊണ്ട് അത് നൽകുന്നത്, അഥവാ ട്രംപിന് എങ്ങനെയെങ്കിലും ഇത് കിട്ടിയിരുന്നെങ്കിൽ തന്നെ ഒരു വല്ലാത്ത സന്ദേശമായിരുന്നേനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലോകത്തിന് നൽകേണ്ടി വന്നേനെ, നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട്. ഇനി മറ്റൊന്ന്, ഈ ദീർഘനാളത്തെ സുസ്ഥിരമായിട്ടുള്ള സമാധാന ശ്രമങ്ങളാണ് ആവശ്യമെന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഓടി വന്ന് ഗാസയിൽ നടക്കുന്ന യുദ്ധം, ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞൊരു അന്ത്യശാസനം നൽകിയിട്ട് ആ അന്ത്യശാസനത്തിന്റെ പേരിൽ ഞാൻ സമാധാനം സ്ഥാപിക്കാൻ നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് എനിക്ക് നോബൽ സമ്മാനം തരണമെന്ന് അവകാശപ്പെടുന്നത് ഈ പറയുന്ന പോലെ പിച്ചത്തരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന ട്രംപിനൊക്കെ നോബൽ സമ്മാനം കൊടുത്താൽ ഈ നോബൽ സമ്മാനത്തിന്റെയൊക്കെ വാല്യൂ എന്ന് പറയപ്പെടുന്നത് എന്തായിപ്പോവും? അല്ലെങ്കിൽ തന്നെ അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ദീർഘനാളത്തെ സുസ്ഥിരമായിട്ടുള്ള സമാധാന ശ്രമങ്ങളാണ് നോബൽ കമ്മിറ്റി പലപ്പോഴും പരിഗണിക്കുക എന്നുള്ളത്. അതിനാൽ ട്രംപിന് ചിലപ്പോൾ അടുത്ത വർഷം നോബൽ സമ്മാനം ലഭിക്കുമെന്ന് കരുതുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ സാധ്യത വളരെ വളരെ കുറവാണ്. നോബൽ സമ്മാനമൊന്നും അങ്ങനെ ചോദിച്ചു വാങ്ങുന്നതോ ട്രംപിനെ പോലുള്ളൊരു കുത്തക വ്യാപാരിക്ക് കൊടുക്കാൻ കഴിയുന്നതോ ഒന്നല്ല എന്ന് തന്നെ പറയട്ടെ. അതിന്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർവീജിയൻ നോബൽ കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ട്രംപിന്റെ പേരിലെ സമ്മർദ്ദത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ദീർഘകാല ചരിത്രത്തിനിടെ തങ്ങൾ പലതരത്തിലുള്ള പ്രചരണങ്ങളും മാധ്യമ സമ്മർദ്ദങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് കത്തുകൾ ഓരോ വർഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലഭിക്കാറുമുണ്ട്, ഇന്ന ആൾക്ക് സമ്മാനം നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ തീരുമാനം, അതായത് ഈ കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയപ്പെടുന്നത് ആൽഫ്രഡ് നോബലിന്റെ മൂല്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് അവർ വളരെ കൃത്യമായും കർശനമായും പറയുകയും ചെയ്യുന്നു. ആൽഫ്രഡ് നോബലിന്റെ പേരിലുള്ളതാണല്ലോ ഈ നോബൽ സമ്മാനം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അത് എന്താണോ അതിനകത്ത് നോംസ് എന്ന് പറയപ്പെടുന്നത് അത് കൃത്യമായിട്ട് അവർ മുമ്പിലോട്ട് വയ്ക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സമാധാനം ഒഴികെ മറ്റ് ഈ നോബൽ സമ്മാനങ്ങൾ ഒക്കെ പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ റോയൽ സ്വീഡിഷ് അക്കാദമി അടക്കം സ്വീഡനിലെ സ്ഥാപനങ്ങളാണ്. എന്നാൽ ഈ നോർവീജിയൻ നോബൽ കമ്മിറ്റിക്കാണ് ഈ സമാധാനത്തിന്റെ നോബൽ സമ്മാനം പ്രഖ്യാപനത്തിന്റെ ചുമതല എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ സമാധാന നോബൽ ലഭിക്കാത്തതിന്റെ ദേഷ്യം ട്രംപ് നോർവേക്കെതിരെ തീർക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെ പറയട്ടെ. ട്രംപിനെ പോലുള്ള ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നോബൽ സമ്മാനം കൊടുത്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഈ നോബൽ സമ്മാനമൊക്കെ ഇതുപോലുള്ള
ബൂർഷ്വാസികൾക്ക് കൊടുക്കേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ട്രംപിനെ പോലുള്ളവർക്ക്. ട്രംപിനൊന്നും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്യാരക്ടർ പോലുമില്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്കൊക്കെ ഈ സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ നൊബൽ സമ്മാനം കൊടുക്കുക, സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഇത്രയും ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാൾക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു നല്ല സന്ദേശമല്ല നൽകുന്നതെന്ന് പറയട്ടെ. കാരണം നോർവേയിലെ നോബൽ കമ്മിറ്റി വെള്ളിയാഴ്ച സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ US പ്രസിഡന്റ് ട്രംപ് ആ സമാധാനത്തിന്റെ സമ്മാനത്തിൽ കണ്ണുവച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറയുന്ന പോലെ 7-8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയത് കൊണ്ടാണ് തനിക്കിപ്പോൾ ഇത് കിട്ടാത്തത്, ആ രാഷ്ട്രീയം കലർത്തലിന്റെ പേരിലാണ് ഇത് കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ വെനിസ്വേലയുടെ ധീരവനിതയായിട്ടുള്ള മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഇപ്പോൾ നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ദീപം അണയാതെ കാക്കുന്ന ഒരു ധീര വനിതയാണ് ഇവർ എന്നാണ് നോബൽ സമ്മാന കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ നോബൽ സമ്മാന ജേതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു ഗുണഗണങ്ങൾ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്ന വ്യവസായിക്കുണ്ടോ? അമേരിക്കയുടെ പ്രസിഡന്റൊക്കെ ആകാം, അത് ആർക്ക് വേണം അവിടെ ആകാം, മനസ്സിലായില്ലേ? പക്ഷേ അതല്ലല്ലോ കാര്യം. നോബൽ സമ്മാനം സമാധാനത്തിനുള്ളത് ലഭിക്കണമെങ്കിൽ അതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ, അത് മനസ്സുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ, അത് മറ്റു ലോകങ്ങൾ അറിയണം, ജനമറിയണം ഇദ്ദേഹം സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നറിയണം. അങ്ങനെയല്ലാതെ തനിക്ക് നാളെ രാവിലെ നോബൽ സമ്മാനം ലഭിക്കണമെന്ന് പറയപ്പെടുന്ന തരത്തിലാണോ ഒരു നോബൽ സമ്മാന ജേതാവാകേണ്ടത്? നോബൽ കമ്മിറ്റി പറയുന്നില്ല, നോബൽ സമ്മാനങ്ങളുടെയൊക്കെ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് നോബൽ സമ്മാന ജേതാക്കളുടെ ചിത്രങ്ങൾ വെച്ച മുറിയിൽ ഇരുന്നാണ് കമ്മിറ്റി ആർക്കാണ് നോബൽ സമ്മാനം നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് ലക്ഷക്കണക്കിന് കത്തുകൾ ഓരോരുത്തരുടെയും പേരിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിരന്തരം ഇന്ന ആൾക്ക് ആണ് നൽകേണ്ടത്, അവരുടെ പേര് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ലെറ്ററുകൾ, കത്തുകൾ വരാറുണ്ട്. പക്ഷേ ആ പേരുകൾ, ഓരോരുത്തരുടെയും പേരുകൾ നിർദ്ദേശിച്ച് കമ്മിറ്റിക്ക് ലഭിക്കുക ലക്ഷക്കണക്കിന് കത്തുകളാണ്. നേതാക്കളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ പക്ഷേ അവാർഡിന് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആർക്ക് വേണോ കത്തെഴുതാം, ആരെ വേണോ നാമനിർദ്ദേശം ചെയ്യാം, ആരെ വേണോ പരിഗണിക്കണമെന്ന് പറയാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ട്രംപിന്റെ അവകാശവാദങ്ങൾ മുഖവിലയ്ക്കെടുക്കാതെ തന്നെയാണ് നോർവേയിൽ സമാധാന കമ്മിറ്റി, അല്ലെങ്കിൽ നോബൽ സമ്മാനം നൽകുന്ന സമാധാന കമ്മിറ്റി, നോബൽ സമ്മാന കമ്മിറ്റി അവരുടെ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പം നോബൽ സമ്മാന സമിതിയുടെ അധ്യക്ഷനടക്കം വളരെ കൃത്യമായ തീരുമാനങ്ങൾ തന്നെയാണ് എടുത്തത്. ഇത് പക്ഷേ ട്രംപിനുള്ള വലിയ തിരിച്ചടിയായിരുന്നു. അറിയാമല്ലോ, ഈ വെനിസ്വേലയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് തന്നെ, അതും വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവിന് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി പ്രതികാര ബുദ്ധി ഉണരുകയുള്ളൂ ട്രംപിന്. കാരണം വെനിസ്വേലയുമായി അമേരിക്ക എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, വെനിസ്വേലയ്ക്ക് കൊടുക്കുകയും ചെയ്തു നോർവേ എന്നുള്ളതാണ്. അപ്പോൾ പ്രതികാര ബുദ്ധി കൂടുന്നു, നോർവേയെ തകർക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു, നോർവേ എങ്ങനെയെങ്കിലും അടിച്ചെടുക്കുക, അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലാണെങ്കിലും ആക്രമിക്കുക എന്നൊരു മനോഭാവം ട്രംപിനുണ്ടാകും. ട്രംപിന്റെ മനസ്സതാണ്. ഒരിക്കലും ട്രംപിന് ഈ പറയുന്ന പോലെ മനസാക്ഷിയുള്ളൊരു മനുഷ്യനായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. ഈ പറയുന്ന പോലെ റെസ്ലിംഗ് പോലുള്ള പരിപാടികൾ, അത് അത്തരത്തിലുള്ള പരിപാടികളുടെ സ്പോൺസറായി വരികയും അതിലെ വ്യവസായി മാറുകയും ആ വ്യവസായത്തിലൂടെ പണം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു വന്ന വ്യക്തിക്ക് ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സ്, മനുഷ്യന്റെ ജീവന്റെ വില ഏതൊന്നും മനസ്സിലാക്കുവാനുള്ള ശേഷിയൊന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, അദ്ദേഹം ഈ ട്രംപ് പറഞ്ഞു വെക്കുന്ന യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം. കംബോഡിയ തായ്ലാൻഡ് യുദ്ധം, പിന്നെ കോങ്കോ റുവാണ്ട, ഇന്ത്യ പാക്, ഇസ്രായേൽ ഇറാൻ, ഈജിപ്ത് എത്യോപ്യ, കൂടാതെ അർമേനിയ അസർബൈജാൻ എന്നീ യുദ്ധങ്ങൾ താനാണ് ഈ പറഞ്ഞ പോലെ അവസാനിപ്പിച്ചത് എന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം, ഇങ്ങനെ 7-8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ട്രംപിന്റെ ഈ വാദങ്ങളിൽ സത്യമില്ല എന്നതാണ് മാധ്യമരംഗം അടക്കം ഇതിനോടൊപ്പം സംവദിക്കുന്നതാണ്. മാത്രമല്ല യുദ്ധവിദഗ്ധർ പറയുന്നത്, മാധ്യമ രംഗത്തെ പ്രമുഖരും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇതൊന്നും ഒരു ശരിയായ വിലയിരുത്തലല്ല എന്നാണ്. അതാണ് നോബൽ സമ്മാന സമിതി ഇത് പരിഗണിക്കാൻ. അപ്പോൾ ഇത് പരിഗണിക്കേണ്ട ആവശ്യമുള്ള, അതോടുകൂടിയാണ് നോബൽ സമ്മാനം ട്രംപിന് പകരം അത് ഈ പറഞ്ഞ മരിയ കൊറീന മച്ചാഡോയ്ക്ക് നൽകാൻ സമാധാന നോബൽ കമ്മിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ 7 യുദ്ധങ്ങൾ നിർത്തിയവൻ ആണ് ഈ ട്രംപ് എന്ന് പറയപ്പെടുമ്പോൾ ഇനി നിർത്താൻ പോകുന്നത് 8ാമത്തെ യുദ്ധമാണ് എന്നും ആ യുദ്ധത്തും കൂടി കഴിഞ്ഞാൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചവനാണ് താനെന്നുള്ള അവകാശവാദത്തോട് നിൽക്കാമെന്നൊക്കെ കരുതിയാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പറഞ്ഞ യുദ്ധങ്ങളൊന്നും, കംബോഡിയയുടെയും തായ്ലാൻഡിലും പ്രശ്നങ്ങളുണ്ട്, കോങ്കോയിലും റുവാണ്ടയിലും ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ പാക് എന്ന് പറയപ്പെടുന്ന യുദ്ധം ഇദ്ദേഹമല്ല നിർത്തലാക്കിയത്, അത് ഇന്ത്യ തന്നെ തീരുമാനിച്ചത്, ഇന്ത്യ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇസ്രായേൽ ഇറാൻ, ഇപ്പോഴും ഇസ്രായേലും ഇറാനും വിധേയത്തിൽ പൊട്ടലും ചീറ്റലും നടന്നുകൊണ്ടിരിപ്പുണ്ട്. കൂടാതെ ഈജിപ്റ്റ്, എത്യോപ്യ, അർമേനിയ, അസർബൈജാൻ ഇവിടങ്ങളിലെല്ലാം യുദ്ധത്തിന്റെ അലയലുകൾ ഇപ്പോഴും അടങ്ങാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും പറയുന്നു താനാണ് ഇവിടുത്തെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചത്. ഈ ഹമാസും ഈ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും അത്തരത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്രായേൽ തന്നെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി ചിലപ്പോൾ ഇതിനോടൊപ്പം നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവിടുത്തെ ബാക്കിയുള്ളവരൊക്കെ അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെയാണ് ഹമാസിന്റെ കാര്യം. ഹമാസ് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിച്ചെത്തുക തന്നെ ചെയ്യും. വീണ്ടും യുദ്ധത്തിന്റെ അലയൊലികൾ ആ ഗാസയുടെ പരിസരങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഇത്രയും യുദ്ധങ്ങൾ, ഈ 7-8 യുദ്ധങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആള് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യ പാക് യുദ്ധം ട്രംപാണ് അവസാനിപ്പിച്ചതിനെ ഇന്ത്യ തന്നെ തള്ളിക്കളഞ്ഞതാണ്. ഒപ്പം തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നിർത്തിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ഇടക്കിടയ്ക്ക് അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നുമുണ്ട്. അപ്പോൾ സമാനമായ രീതിയിലാണ് പല സ്ഥലങ്ങളിലെയും സ്ഥിതിവിവര കണക്കുകൾ, സ്ഥിതിവിശേഷങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ട്രംപ് സമാധാനം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോഴും നടക്കുന്നത് സമാധാനമില്ലായ്മയാണ്, യുദ്ധത്തിന്റെ അലയൊലികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ പൊട്ടന് ലോട്ടറി കൊടുക്കാൻ തയ്യാറാകാത്ത നല്ലൊരു കമ്മിറ്റിയാണ് നോബൽ സമ്മാന കമ്മിറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട കൈകളിലേക്ക് വെനിസ്വേലയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജനാധിപത്യത്തിന്റെ ദീപം അണയാതെ കാക്കുന്ന ഏക വനിത അല്ലെങ്കിൽ ഒരു വനിത എന്നുള്ള നിലയിൽ ഈ പറയുന്ന മരിയ കൊറീന മച്ചോഡയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നോർവേ കൊടുത്തതും അത് വളരെ മഹത്തായ കാര്യം തന്നെയാണ്. ട്രംപിന് കൊടുക്കാതെ ഈ വെനിസ്വേലയ്ക്ക് കൊടുത്തതും വെനിസ്വേലയുടെ പ്രതിപക്ഷ നേതാവിന് നൽകിയതും. പക്ഷേ വെനിസ്വേലയും ഒപ്പം തന്നെ നോർവേയും ഇനി കാത്തിരിക്കേണ്ടത് ട്രംപിന്റെ പ്രതികാര നടപടികളെയാണ്, പ്രതികാര ബുദ്ധിയെയാണ്. ഏത് തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുമ്പ് ബൈഡനോട് തോറ്റ ട്രംപ് അന്ന് ബൈഡൻ അധികാരത്തിലേക്ക് കയറുമ്പോൾ അതിനകത്ത് കാട്ടിക്കൂട്ടിയ വിക്രിയകൾ നമ്മൾ ആരും മറന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ട്രംപ് നോർവേക്കെതിരെയും വെനിസ്വേലയ്ക്കെതിരെയും വലിയ തിരിച്ചടികൾ നടത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.